ഓക്കെ മക്കളെ, അപ്പൊ ഇനി നമുക്ക് 20th ക്വസ്റ്റിലേക്ക് കിടക്കാം. 20th ക്വസ്റ്റിനെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിൽ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റൻ ആണോ. നോർമലി ഇതിൽ ടഫായിട്ട് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്, പക്ഷേ ഈ ഒരു ഷിഫ്റ്റിൽ വളരെ ഈസി ആയിട്ട് ചോദിച്ച ഒരു ഏരിയ ആണ് ആപ്ലിക്കേഷൻ ഇന്റഗ്രൽസ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റൻ the area of the region bounded by cos ആയിരിക്കുക y equal x square minus 4x plus 4, മറ്റേ y square equal 16 minus 8x. ഓക്കെ, ഒന്നാരാ. അപ്പോൾ ഞാൻ ആദ്യം അതിനെ കർവ് വരക്കാണ്. ആ കർവ് വരച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെ. അപ്പൊ ഒന്നാരാ y equal x square minus 4x plus 4. ഇതിനെ ചുരുക്കിയിട്ടേ x square minus 4x plus 4 എന്ന് പറഞ്ഞാലേ x minus 2 whole square അല്ലെ. ഈ x square minus 4x plus 4 എന്ത് ചെയ്താം, x minus 2 whole square അല്ലേ. അങ്ങനെയെങ്കിലേ ഇതെന്ന് പറഞ്ഞാലേ ഏതാ കർവ്? എടാ നമ്മൾ ഷിഫ്റ്റിംഗ് ഓഫ് പരാബോള പഠിച്ചാണ് അല്ലെ. ഇത് എക്സ് സ്ക്വയർ ഈക്വൽ 4y ടൈപ്പ് ആണ് അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ 4y നോർമലി അപ്വേർഡ് പരാബോളയാണ് അല്ലെ. ഈ അപ്വേർഡ് പരാബോളയുടെ വെർട്ടെക്സ് എവിടെയാ? അവിടെ ഇവിടെ എക്സിന്റെ കൂടെ -2 അല്ലേ. -2 ആകുമ്പോൾ എക്സ് എന്താ +2. വൈന്റെ കൂടെ ആരുമില്ലല്ലോ, 0 അല്ലെ. അപ്പൊ അതിന്റെ വെർട്ടെക്സ് എവിടെയാ? 2,0 അല്ലെ. അവിടെ എക്സിന്റെ കൂടെ -2 അപ്പൊ എക്സ് +2, വൈന്റെ കൂടെ ആരുമില്ല, സോ 0. അപ്പൊ 2,0 വെർട്ടെക്സ് ആയിട്ടുള്ള അപ്വേർഡ് പരാബോളയാണിത്. അപ്വേർഡ് വരെയുള്ള അത് ഓക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. എങ്ങനെയാ അപ്വേർഡ് പരാബോള മനസ്സിലായി? അതിന് വളരെ ഈസി, വലിയ സംഭവമൊന്നുമില്ല അല്ലെ. എങ്ങനെയാണ് മക്കളെ അപ്വേർഡ് പരാബോള മനസ്സിലായി? എക്സ് സ്ക്വയർ ഈക്വൽ 4y ടൈപ്പാ അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ 4y ടൈപ്പാ. അപ്പൊ അപ്വേർഡ് പരാബോള. അപ്പൊ ഒരു കർവ് ഞാൻ വരച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കർവ് ആരാ? ഇതാ y സ്ക്വയർ ഈക്വൽ 16 minus 8x അല്ലെ. അപ്പൊ ഇവിടെ ഞാനേ -8 കോമൺ ആക്കി എടുത്തു വിചാരിക്കും. ഇവിടെ -8 കോമൺ ആക്കി എടുത്ത ബാക്കി എന്താ? -8x -8 പോയ ബാക്കി x അല്ല വരിക. 16 -8 പോയ ബാക്കി -2 അല്ല വരിക അല്ലെ. അപ്പൊ എന്താ y സ്ക്വയർ ഈക്വൽ -8 × x -2 അല്ലേ. y സ്ക്വയർ ഈക്വൽ -4x ടൈപ്പ് ലെഫ്റ്റ് വേർഡ് പരാബോള അല്ലേ അല്ലെ. ആ ലെഫ്റ്റ് വേർഡ് പരാബോളിന്റെ വെർട്ടെക്സ് എവിടെയാ? എക്സിന്റെ കൂടെ -2 അല്ലേ. അപ്പൊ +2, വൈന്റെ കൂടെ ആരുമില്ലല്ലോ. അപ്പൊ 2,0 വെർട്ടെക്സ് ആയിട്ടുള്ള ലെഫ്റ്റ് വേർഡ് പരാബോളയാണ്. എങ്ങനെ ലെഫ്റ്റ് വേർഡ് പരാബോള മനസ്സിലായത്? y സ്ക്വയർ ഈക്വൽ -4x ടൈപ്പാ അല്ലെ. y സ്ക്വയർ ഈക്വൽ -4x ആണ് ലെഫ്റ്റ് വേർഡ് പരാബോളയാ. വെർട്ടെക്സ് 2,0 എന്ന് എങ്ങനെ മനസ്സിലായത്? ഇവിടെ എക്സിന്റെ കൂടെ -2 അല്ലേ. -2 ആകുമ്പം +2, വൈന്റെ കൂടെ ആരുമില്ലല്ലോ, 0. അപ്പൊ 2,0 വെർട്ടെക്സ് ആയിട്ടുള്ള ലെഫ്റ്റ് വേർഡ് പരാബോള അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ ഷോർട്ട് കട്ട് ഈ ഏരിയ കാണാനേ നോർമലി എഗെയിൻ എല്ലാവരും ഇന്റഗ്രേഷൻ ഒക്കെ അപ്ലൈ ചെയ്യും അല്ലെ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതിന് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് അല്ലെ. അതായത് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ എന്താ അപ്വേർഡ് പരാബോളയും ഇങ്ങനെ രണ്ട് പരാബോള ഉണ്ട്. രണ്ട് പരാബോളയുടെയും ആക്സ് വെർട്ടിക്കൽ ആണ് അല്ലെ. അതുപോലെ അവയുടെ വെർട്ടെക്സ് സെയിം ആണെങ്കിൽ ഈ ഉണ്ടാക്കുന്ന ഏരിയ എന്താ? 4a × 4b/3 ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ആ കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിലേ ഇവിടെ 4a സ്ഥാനത്ത് ആരാ? ഇതല്ലേ ഒരു ഇക്വേഷൻ, ഇതല്ലേ വേറെ ഇക്വേഷൻ അല്ലെ. ആ y സ്ക്വയർ ഈക്വൽ 4ax ഇതല്ലേ 4a. ആ 4a എന്താ 8 അല്ലെ. ഇൻറ്റു 4b ആരാ? ഇത് x സ്ക്വയർ ഈക്വൽ 4b/3 ടൈപ്പ് അല്ലേ. അപ്പൊ ഇതല്ലേ 1/3. അപ്പൊ എന്താ 8/3 ആൻസർ ചെയ്ത. വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ A 1ലേക്ക് എത്തി. ഓക്കെ, അതായത് y സ്ക്വയർ ഈക്വൽ 4ax ആണെങ്കിൽ അവിടെ 4a കിട്ടി. y സ്ക്വയർ 4ax ടൈപ്പിൽ ഇവിടെ 4a സ്ഥാനത്ത് ആരാ? 8 ആണ്. അപ്പൊ 8 ആണെന്ത് 4a അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ 4by എക്സ് സ്ക്വയർ ഈക്വൽ 4by 4b ആരാ? ഇവിടെ 1 ആണ്. 4b ആരാ? 1 ആണ്. സോ 8 × 1/3 ആണ്. 8/3 ആണ് ആൻസർ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? പ്രൊവൈഡ് നമുക്ക് എന്തറിയണം? ഈ കൺസെപ്റ്റ് വൃത്തിയായിട്ട് അറിയണം. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും? അവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിന് നിന്നാൽ കുറച്ചധികം സമയം അവിടെ എന്ത് ചെയ്യും? നമ്മൾ പോകും. ഓക്കെ, അത് മനസ്സിലാക്കുക.